അപ്പൊ എനിക്ക് മനസ്സിലായി കുറെ പേര് വിചാരിച്ചിരിക്കുന്നത് ഞാനിപ്പം ഹിന്ദിയിൽ എവിടെയാണെന്നാണ്. അവിടെ ഉള്ളവർക്ക് അറിയില്ല ഞാൻ എവിടെയാണ്. അപ്പൊ ഞാൻ എവിടെയാണെന്ന് ആർക്കും അപ്പൊ ഞാൻ എക്സിസ്റ്റന്റ് ഐഡന്റിറ്റി ക്രൈസിസ്. ആരെന്നോട് ചോദിച്ചാലില്ലേ നിനക്ക് എവിടെ ഞാനാണ് ഏറ്റവും കൂടുതൽ നീ ബോംബെ എത്ര പണം പോയെന്ന് അറിയണം. ചേട്ടാ അതിന്റെ ഒരു റൈറ്റിംഗ് പ്രോസസ്സും ഇത് നമ്മുടെ ഒരു കൂട്ടുകാരന്റെ ജീവിതത്തിൽ നടന്ന ഇൻസിഡന്റാ. ഇത് പറഞ്ഞ മടുത്തു. പുതിയ എന്താ പറയാ വേറെ പോലെയോ എടാ ഇത് ധ്യാൻ ചേട്ടൻ ഒരു റൈറ്ററാണ്, ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്, ആക്ടറാണ്. ധ്യാൻ ചേട്ടൻ ഇതിലെ ഏത് വിഭാഗമാണ് ഏറ്റവും ഇഷ്ടം? ഇതിലേത് ധ്യാൻ ചേട്ടന് ഇഷ്ടം? ഇതെല്ലാം കുറച്ച് കഷ്ടമാണ്. ഇത് കഴിഞ്ഞുള്ള ഇന്റർവ്യൂ ഇഷ്ടം. തെറ്റായ ഒരു തീരുമാനം എടുത്തിട്ട് അത് പാളിപ്പോയെന്ന് മനസ്സിലാക്കുമ്പോ കൂടെ ഒരു കൈ ഇങ്ങനെ വെച്ചിട്ട് നീ ഓക്കെ ആണോ അപ് കൈസെ ഹോ എന്ന് ചോദിക്കുന്ന അങ്ങനെ ഒരു തോൽവി എന്റെ ജീവിതത്തിലുണ്ട്. തോൽവിയല്ല, പക്ഷെ എല്ലാ തീരുമാനവും തെറ്റായിരുന്നു. ഇപ്പോ ധ്യാൻ ചേട്ടൻ്റെ എനിക്ക് തോന്നുന്നു കുറെ നാൾക്ക് ശേഷമാണ് ഇപ്പൊ ഒരു മുഖാമുഖം ഇരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു മാസമായി കാണും. പ്രൊഡക്ഷൻ സൈഡിൽ ഇപ്പൊ അവർക്ക് ഫണ്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പുള്ളി കയ്യിൽ നിന്ന് കൊടുക്കും. ഇങ്ങനത്തെ ഒരു നടനെ ഞാൻ ജീവിതത്തിൽ കണ്ടില്ല. നിങ്ങളൊക്കെ എപ്പോഴും പറയും ഇന്റർവ്യൂ സ്റ്റാർ എന്നൊക്കെ പറയും. അതിന്റെ കൂട്ടത്തിൽ പറയേണ്ടതാണ് പ്രൊഡക്ഷൻ ഫ്രണ്ട്ലി സ്റ്റാർ. പ്രൊഡ്യൂസർക്ക് ഒരു രീതിയിലുള്ള ഒരു ബാധ്യത ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, ഒരു പ്രഷർ. ഇറങ്ങിക്കഴിയുമ്പോൾ ബാധ്യത ആവാം. എന്നാലും ധ്യാൻ ചേട്ടാ എല്ലാവരോടും സ്ക്രിപ്റ്റ് പറഞ്ഞതിന് ശേഷം അരേ വാ എന്നൊരു റെസ്പോൺസ് കിട്ടിയത് ആരുടെ അടുത്തുനിന്നാ? അങ്ങനെ അരേവാന്ന് പറയേണ്ട ഒരു സംഭവം ഒന്നും അല്ല. ആരേലും ഈ ചോദ്യത്തിൽ താങ്കൾ ഓക്കെ ആണോ? എനിക്ക് സംഭവം ഇല്ലല്ലോ. ഒരു ടാസ്ക് ഞാൻ തരട്ടെ. എനിക്കൊരു ടാസ്ക് ഇപ്പൊ ഒരു സ്വിമ്മിംഗ് പൂളിൽ അജുടം കുളിക്കാൻ പോവാണ്. പക്ഷെ വെള്ളമല്ലാതെ ഏത് ഒരു ലിക്വിഡ് അതിനകത്ത് ഇടണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഓൾറെഡി ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചിട്ടുണ്ട്. ബിയർ നല്ല ഉത്തരമാണ്. ഞാൻ ചെയ്യാനാണെങ്കിലോ ആ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ വന്നോട്ടെ എന്നായിരിക്കും. അല്ലല്ല, ആ ബിയർ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ. ധ്യാൻ അഭിനയിച്ച പടങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് OTT-യിൽ വരുമ്പോഴോ യൂട്യൂബിൽ വരുമ്പോഴോ എങ്കിലും ധ്യാൻ കാണാറുണ്ടോ? എനിക്ക് മറുപടി ഇല്ല. അതെ, കാരണം കാണണം, നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ. നിന്നെ ഞാൻ നിർബന്ധിച്ചോ? ഇല്ല, ഞാൻ എന്നെ സ്നേഹം കൊണ്ട് കണ്ടുപോയതാ. ക്ഷീണമായി. അങ്ങനെ പക്ഷേ ഒരു കാര്യം പറയാം, ഇതിൽ ഞങ്ങളെല്ലാം കൂടെ ഇറങ്ങിയത് സിനിമ ധ്യാന്റെ മാത്രമൊന്നുമല്ല, സിനിമ 5% സിനിമ മൊത്തം ഒരു ഇൻഡസ്ട്രിയിൽ ഇറങ്ങുന്നതിൽ വിജയിക്കുന്നുള്ളൂ. ബാക്കി അതിൽ 60% സിനിമ നിന്റെ ആദ്യത്തെ പ്രണയം എന്ന് പറയുന്നത് എൻ്റെ കൂടെ പഠിച്ചിരുന്ന 7ാം ക്ലാസ്സിൽ എൻ്റെ 7ാം ക്ലാസ്സിലായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രണയം. 2ാം ക്ലാസ്സിലായിരുന്നു ആദ്യത്തെ പ്രണയം. പപ്പീനാണോ പ്രണയിച്ചത്? ഇത്ര ധ്യാൻ ഈ ധ്യാൻ ശ്രീനിവാസൻ ഇതിനു മുൻപ് കഥയും തിരക്കഥയൊക്കെ എഴുതി സംവിധാനം ചെയ്തൊരു സിനിമ ഏതാ അറിവുണ്ടോ? അതിനു മുൻപ് നയൻതാരയ്ക്ക് ശേഷം കഥ പറഞ്ഞത് വീണയുണ്ട്. വളർന്നതാണോ ഇവൻ നശിച്ചതാണോ? കിഫ്മിനെ കിഫ്മി എന്ന് വിളിക്കും, ഫെഫ്കെനെ ഫെഫ്കെ എന്ന് വിളിക്കുന്നു, ആൻഡ് ഫിയോക്കിനെ ഫിയോക്ക് എന്ന് വിളിക്കുന്നു. വൈ വെൻ ഇറ്റ് കംസ് ടു അമ്മ AMMA, വാട്ട് ഈസ് യുവർ ഇമ്മീഡിയറ്റ്
reaction to that? What is the immediate, why people are calling, why channels are calling AMMA? ആര് വിളിച്ച എല്ലാരും അമ്മ അല്ല അത് അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. വൈ ദേ ആർ കോളിംഗ് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, എന്തുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ അവർക്ക് കൂട്ടി വായിക്കാൻ അറിഞ്ഞൂടാത്തോണ്ടായി. നടന്മാരും അവരുടെ മകനെ ആക്ട് ചെയ്യണം എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. ശ്രീയേട്ടൻ ഏതെങ്കിലും ഒരു ഡയറക്ടർ വിളിച്ചിട്ട് ധ്യാനെ അഭിനയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? വിജയേട്ടൻ അറിയാവുന്ന ശ്രീനിവാസൻ എനിക്കറിയാവുന്ന ശ്രീനിയേട്ടൻ വിളിക്കില്ല. അത്രേ ഉള്ളൂ അതിന് ഉത്തരം. നെപ്പോട്ടിസത്തിന്റെ ഭാഗമാണോ? അതായത് ശ്രീനിയേട്ടന്റെ മകനായതുകൊണ്ട് മാത്രം ഇയാൾ എന്നെങ്കിലും ഒരു ഇറ്റ് തരും എന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ പടങ്ങൾ തന്നുകൊണ്ട് മകനായതുകൊണ്ടാണോ വിജയേട്ടൻ എന്നെ വിളിച്ചത്? അത് ഫാൻസ്, ഇതൊക്കെ ഡിജിറ്റൽ ഫാൻസ് ആണ്. ഇവരൊന്നും പുറത്തിറങ്ങില്ല, സിനിമയ്ക്ക് പോവില്ല, ഇവിടെ ഇറങ്ങില്ല. ഞാൻ പൈസ കൊടുത്തല്ലേ ധ്യാൻചേട്ടന്റെ പടം കാണാറ്. എന്റെ പടം നീ കണ്ടിട്ടില്ല, അത് കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞ്. ഒരു മിനിറ്റ്, എന്റെ കേസിൽ എന്താ, ഞാനുള്ള സമയത്ത് ജനക്കൂട്ടം വരാറില്ലേ? അത് സത്യമല്ലേ? എന്റെ കേസില് അങ്ങനെ ഇവനുള്ളത് ജനക്കൂട്ടം വരുമെങ്കിൽ ഇവൻ റിലീസ് ദിവസം തിയേറ്ററിന് വാദിക്കാൻ നിൽക്കാത്ത എന്തുകൊണ്ടാണ്? അവര് ഡിജിറ്റൽ ഫാൻസ് ആണ്. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ പ്രേക്ഷകരോട് എന്താ പറയാനുള്ള? പ്രേക്ഷകരോട് എന്താ പറയാനുള്ള? ഇത്രയും പറഞ്ഞത് പ്രേക്ഷകരോടാ, നിന്നോടല്ല. നിന്റെ ഒരു പ്രതീക്ഷ എന്താണ് ഈ സിനിമയെ? ധ്യാൻചേട്ടൻ വിളിക്കുമ്പോ ധ്യാൻചേട്ടൻ ഒരു പരിപാടിക്ക് വിളിക്കുവാണല്ലോ, ആ ഒരു പടം എന്ന് പറഞ്ഞാൽ വന്നു, ഞാൻ വിളിച്ചപ്പോ പൈസ ഇല്ലെന്ന് അറിഞ്ഞിട്ട് എന്തുകൊണ്ട് വന്നു? അങ്ങനെ പറഞ്ഞില്ലായിരുന്നു. അല്ല ഞാൻ ഉള്ളൊഴുക്കിലൊക്കെ വിളിച്ചിട്ട് പോയില്ലല്ലോ. വെള്ളമായിട്ടാണ് സിനിമയുടെ പോസ്റ്ററുകളിലൊന്നും ഒരു പെൺകുട്ടിയുടെ പ്രസൻസ് ഇല്ലാത്ത എന്തുകൊണ്ടാണ്? അപ്പൊ വീട് പെണ്ണല്ലേ? അല്ല, പോസ്റ്ററിൽ ചില എലമെന്റ്സ്, സർപ്രൈസുകൾ നമ്മൾ സൂക്ഷിച്ചു വെക്കുമല്ലോ, മെയിൻ പരിപാടികൾ. അപ്പൊ ഞങ്ങൾ ഇതിന് നീ ഉണ്ടെന്നുള്ളത് ഈ ഇന്റർവ്യൂ പണ്ട് നീയാണ് പറഞ്ഞത്. പ്രേമ ഇറങ്ങിയ പോസ്റ്റർ സായി പല്ലവി ഇല്ലായിരുന്നു. അതെ, ശേഷം ഞാനൊന്ന് കരഞ്ഞോട്ടെ കേട്ടോ. ആ സീൻ കണ്ടു തിയേറ്ററിലിരുന്ന് ഞാൻ കരയുന്നു. ഇവരെ പോലുള്ള ആത്മാർത്ഥമായിട്ട് ഇൻഡസ്ട്രിയെ വളർത്താൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവനോ ഇൻഡസ്ട്രിയെ വളർത്താൻ ഇത് ഈ പുള്ളി ഞങ്ങൾക്കെതിരെ പണിതോണ്ടിരിക്കുകയാണ്. ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നതിനാണ് ഇൻഡസ്ട്രിയെ വളർത്താൻ എന്ന് ഞാൻ പറഞ്ഞോട്ടെ. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി. ഞങ്ങൾ അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പിഷാരടി സാറാണ് ഇങ്ങനെ പറയുന്നത്. അല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ നിൽക്കുക. ഇൻഫ്ലുവൻസ് ഉള്ളു, പടമില്ല. സെറ്റാക്ക് പവർ What's up my gang? Welcome to Hood. Pune Cherem Karana